കിരൺ, പ്രധാനമായും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം തെളിഞ്ഞു വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. അത് ഒറ്റ ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അവരുടെ അധികാരികളുടെയോ ചിത്രമല്ല. ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും കാലം തമിഴ്നാട് ദേശീയ രാഷ്ട്രീയത്തിന് മുൻപാകെ വെച്ച ഒരു ചിത്രമുണ്ട്. അതൊരു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചിത്രമാണ്. ഉത്തരേന്ത്യൻ ബ്രാഹ്മണ മേധാവിത്വത്തോട് പടവെട്ടിയ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചിത്രമാണ്. ആ ചിത്രം ആ പരിണാമത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ തുടങ്ങേണ്ടത് ആരിൽ നിന്നാണ്? ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ അത് പെരിയാറിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കർ ആയിരുന്നു. അദ്ദേഹം നായ്ക്കർ സ്ഥാനം വെട്ടിയാണ് പെരിയാർ ഇ.വി. രാമസ്വാമി ആയത്. തന്തൈ പെരിയാർ എന്ന് പറയുന്ന ചിലർ പെരിയോർ എന്നൊക്കെ വിളിക്കുന്ന ആ പെരിയോറിൽ നിന്നാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു ശരിയായ തുടക്കം എന്ന് പറയുന്നത്. ഇന്നും ആ തുടക്കം ഇന്ത്യയിലെ മറ്റ് പല പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം അവരുടെ തുടക്കത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ ധാരയിൽ നിന്നെല്ലാം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തമിഴ്നാടും ഏറെ മാറിപ്പോയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴും അവർ അടിസ്ഥാനപരമായി ഉയർത്തിപ്പിടിക്കുന്നത് അതേ ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് പെരിയാറിൽ നിന്ന് തന്നെയാണ്. അതിന് ഈ പുതിയ കാലത്തെ ഈ 2024 പോലും പ്രസക്തമായ മുദ്രാവാക്യങ്ങളാണ് 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 60 വർഷം മുമ്പൊക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിയത് എന്ന് നമ്മൾ ആലോചിക്കണം. പുറമേക്ക് ഇപ്പോൾ കാണുന്ന ഈ ഹിന്ദി വിരുദ്ധതയും തമിഴ് അഭിമാനവും സ്വാഭിമാനവും എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കൂടി പെരിയാർ ഇ.വി. രാമസ്വാമി ആ തരത്തിലേക്കുള്ള മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് തമിഴ്നാടിനെ മാറ്റിയ ഒരു പ്രധാനപ്പെട്ടയാളാണ്. ആദ്യമായി ഒരു സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് തുല്യമായ അവകാശം നൽകണം. സ്ത്രീകളുടെ അറേഞ്ച്ഡ് മാരേജിനെതിരെ പോലും പെരിയാറിനെ കുറിച്ച് പറയുന്നത് പെരിയാറിന്റെ തത്വശാസ്ത്രത്തോട് കമ്മ്യൂണിസ്റ്റുകൾക്ക് യോജിക്കാം, പെരിയാറിന്റെ തത്വശാസ്ത്രത്തോട് ദ്രാവിഡർക്ക് യോജിക്കാം, പെരിയാറിന്റെ തത്വശാസ്ത്രത്തോട് ഫെമിനിസ്റ്റുകൾക്ക് യോജിക്കാം, പെരിയാറിന്റെ തത്വശാസ്ത്രത്തോട് ദളിത് അംബേദ്കറിസ്റ്റ് ചിന്തകൾ പുലർത്തുന്ന മനുഷ്യർക്ക് യോജിക്കാം, സോഷ്യലിസ്റ്റ് വിശ്വാസികൾക്ക് യോജിക്കാം. അങ്ങനെ ഒരു സാമാന്യ രീതിയിൽ നോക്കിയാൽ വലതുപക്ഷത്തു നിൽക്കാത്ത എല്ലാ മനുഷ്യർക്കും യോജിക്കാൻ കഴിയുന്ന തീവ്രമായ മുദ്രാവാക്യങ്ങൾ കൂടി ഉയർത്തി അല്ലെങ്കിൽ അത് ആ നാട്ടിൽ നടപ്പാക്കി കൊണ്ട് കാണിച്ച ആദ്യം അപർണ പറഞ്ഞതുപോലെ ദൈവമില്ല എന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന അത് തമിഴ്നാടിന്റെ ഗ്രാമങ്ങളിൽ നമ്മൾ ആലോചിക്കണം. എത്രയോ വർഷം മുമ്പാണ് ഇങ്ങനെ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതെന്ന്. അങ്ങനെ തമിഴ്നാടിന്റെ തീവ്രമായ മതവിശ്വാസവും വലിയ ആചാരങ്ങളിലൊക്കെ വലിയ വിശ്വാസമൊക്കെ ഉള്ള മനുഷ്യർ കൂടിയാണ് ഈ തമിഴ് ജനത. ആ ജനതയുടെ മുന്നിലാണ് അവരുടെ എല്ലാം ഇപ്പോഴും പിതൃസ്വരൂപം എന്ന് പറയുന്നത് അവർക്ക് ഒന്നാണ്, അത് തന്തൈ പെരിയാറാണ്. ആ പെരിയാർ പറഞ്ഞത് ദൈവമില്ല എന്ന് നിരീശ്വരവാദം അതിശക്തമായി ഉയർത്തിയ വ്യക്തി. അദ്ദേഹം ഉയർത്തിയത് ആധുനിക കാലത്ത് എങ്ങനെയാണോ രാജ്യങ്ങൾ സ്ത്രീ സമത്വത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശത്തിൽ ജാതി വിവേചനത്തിനെതിരെ ലിംഗ വിവേചനത്തിനെതിരെ ഒക്കെ ആ കാലത്ത് പോരാടുകയും അത് തമിഴ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ശിലയാണെന്ന് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി കൂടിയാണ് ഈ പെരിയാർ. പെരിയാറിൽ നിന്നാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ അത്തരം പെരിയാറില്ല DMK പെരിയാറിൽ നിന്ന് പിന്നീട് തെറ്റിത്തിരിഞ്ഞാണ് അണ്ണാദുരൈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതൊരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് തുടങ്ങിയത്. പെരിയാറിന്റെ തന്നെ തുടക്കം അദ്ദേഹം കടുത്ത ദൈവവിശ്വാസിയും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാശി യാത്രയിൽ നിന്നാണ് അദ്ദേഹം വീട്ടിലെ ദൈവവിശ്വാസത്തിന്റെ അത്തരം പ്രഭാഷണങ്ങളൊക്കെ നിരന്തരം കേട്ട് അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന ഒരാൾ അന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അദ്ദേഹം കാശിയിൽ യാത്ര ചെയ്യാൻ പോയപ്പോഴാണ് കാശിയിൽ വെച്ച് അവിടെ പല സ്ഥലങ്ങളിലും ആഹാരം വിതരണം ചെയ്യും. അപ്പോൾ അവിടെ ബ്രാഹ്മണർക്ക് മാത്രമായിട്ടാണെന്ന് ഈ ഉത്തരേന്ത്യയിലേക്ക് ഒരു പൊതുവിശ്വാസം, ബ്രാഹ്മണർക്ക് ആഹാരം കൊടുക്കുന്നതാണ് പുണ്യം, ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്താൽ അത് പുണ്യമാണ്, ബ്രാഹ്മണർക്ക് ദാനം കൊടുത്താൽ അത് പുണ്യമാണ്. അവിടെ ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു ആഹാരം നൽകിയിരുന്നത്. അവസാനം വിശന്ന് വലഞ്ഞ് അദ്ദേഹം ഒരു പൂണൂല് സംഘടിപ്പിച്ച് പൂണൂലെടുത്തിട്ടാണ് ഈ ആഹാരശാലയിലേക്ക് കയറുന്നത്. കയറി കഴിഞ്ഞാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഈ ബ്രാഹ്മണർക്ക് ഉത്തരേന്ത്യൻ ബ്രാഹ്മണർക്ക് മീശ വെക്കാൻ കഴിയില്ല. മീശ വെച്ചതുകൊണ്ട് അവിടെ തന്നെ അദ്ദേഹത്തിന് ദ്വാരപാലകൻ തന്നെ അവൻ്റെ കാവൽക്കാർ തന്നെ അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തെ ക്രൂരമായി പുറന്തള്ളുകയും ഒക്കെ ചെയ്തു. ഈ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം തിരികെ വന്നിട്ടാണ് പൂർണ്ണമായും അതുവരെ ഉണ്ടായിരുന്ന ദൈവവിശ്വാസമെല്ലാം ദൈവം രക്ഷിക്കും എന്നൊരവസ്ഥയില്ല. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, മനുഷ്യർ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ രക്ഷ നേടാൻ കഴിയൂ എന്നും അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തത്തിലേക്കും ഈ സ്വാഭിമാന പ്രസ്ഥാനത്തിലേക്കും ഒക്കെ പെരിയാർ നീങ്ങുകയും തമിഴ്നാട്ടിൽ അദ്ദേഹം അപാരമായ വാഗ്മി കൂടിയായിരുന്നു. തമിഴ്നാടിന്റെ ഓരോ സ്ഥലങ്ങളിലായി അദ്ദേഹം പോയി അനായാസം മലയാളം ഒഴികെയുള്ള ദ്രാവിഡ ഭാഷകളെല്ലാം കന്നഡയും തെലുങ്കും ഒക്കെ അനായാസം, കന്നഡയാണ് അദ്ദേഹത്തിന്റെ മാതൃഭാഷ, അതെല്ലാം അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അദ്ദേഹമാണ്
ഈ തമിഴ് ജനതയുടെ മനസ്സിലേക്ക് അത്തരത്തിലേക്ക് ഒരു വികാരം അതിശക്തമായ രീതിയിലേക്ക് വികാരം കൊണ്ടുവരികയും തമിഴിൻ്റെ ഒരു അഭിമാനം ഉയർത്തണം. ആര്യന്മാരല്ല, ചെറിയ ന്യൂനപക്ഷം വരുന്ന ആര്യന്മാരല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നവരല്ല. അവിടെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പലരും കാണുന്നത് ബ്രാഹ്മണർക്കെതിരായ സമരം എന്നൊക്കെ ഒരു തരത്തിൽ മാറിപ്പോയെങ്കിലും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണർ ഇടയിൽ ബ്രാഹ്മണ ജാതിയിൽപ്പെടുന്നവരിൽ മാത്രമല്ല ബ്രാഹ്മണരുള്ളത്, ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ചിന്തയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും ബ്രാഹ്മണരുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണ്യം എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെല്ലാവരും ബ്രാഹ്മണരാണ്. ആ ബ്രാഹ്മണരുടെയാണ് തകർക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ആക്രമണത്തിലേക്കൊക്കെ പോയതിന് പാമ്പിനെയും ബ്രാഹ്മണരെയും ആദ്യം കണ്ടാൽ ആദ്യം ബ്രാഹ്മണനെ തല്ലിക്കൊല്ലണം എന്നുവരെ പറയുന്ന രീതിയിലേക്കൊക്കെ അടക്കം തമിഴിൻ്റെ ഒരു അഭിമാനം ഉയർത്തുകയും തമിഴ് അങ്ങനെ ഈ ദ്രാവിഡ ഇപ്പോഴും തമിഴ്നാട്ടിൽ തുടരുന്ന ഏറ്റവും അവസാനം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ സനാതന ധർമ്മത്തിനെതിരെയുള്ള പറഞ്ഞ അത് അടക്കം തുടക്കം എന്ന് പറയുന്നതും അതിൻ്റെ വേരുകൾ എന്ന് പറയുന്നതും തമിഴിൻ്റെ ഇപ്പോഴും ഒരു അന്തർധാരയായി നിൽക്കുന്നതും പെരിയാർ രാമസ്വാമി ഉയർത്തിയ അതേ തമിഴ് രാഷ്ട്രീയം, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അതിനോടുകൂടി ചേർത്ത് പറയുമ്പോൾ ജാതി ചിന്തകൾ കൊണ്ട് മതം വേണ്ട, അതുകൊണ്ട് ദൈവം വേണ്ട ഒരു തീരുമാനത്തിലേക്കും ആ ഒരു നയസംഹിതയിലേക്കും കടന്ന ഒരാൾ കൂടിയായിരുന്നു പെരിയാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസ് വിടുന്നത് പോലും വർണ്ണാശ്രമത്തിനെ അംഗീകരിക്കുന്നു കോൺഗ്രസ് എന്നുള്ള ഒരു വിഷയം കൊണ്ടുകൂടിയാണ്. അതായത് ജാതി വ്യവസ്ഥയെ, ഹിന്ദുത്വത്തിന്റെ ജാതി വ്യവസ്ഥയെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ സ്വാഭിമാന മുന്നേറ്റത്തിന്, സുമര്യാദ ഇയക്കം എന്ന സ്വാഭിമാന മുന്നേറ്റത്തിന് അദ്ദേഹം രൂപം നൽകുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഭാഷകളും, ദക്ഷിണേന്ത്യൻ ഭാഷകളെല്ലാം അതിഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അദ്ദേഹം കേരളത്തിലും ദളിതരുടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് വൈക്കത്ത് നടന്ന ഐതിഹാസിക സമരത്തിലും സുപ്രധാന പങ്കുവച്ചു. വൈക്കം വീരൻ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്ന ഒരാൾ കൂടിയാണ് പെരിയാർ. അപ്പോൾ പെരിയാർ 1944 ദ്രാവിഡ കഴകം ആരംഭിക്കുന്നത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിയെഴുതിയ ദ്രാവിഡ കഴകം, അതാണ് പെരിയാർ. പെരിയാറിന് ശേഷം അപർണ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ ഇതുകൂടി പറയുന്നത്, പെരിയാർ ആദ്യം ഒരു പ്രസ്ഥാനത്തിൽ ചേരുന്നത് കോൺഗ്രസിലാണ്. അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ മദ്രാസ് ആയിരുന്നു. അപ്പോൾ മദ്രാസിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു പെരിയാർ. പെരിയാർ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോരാൻ തന്നെ കാരണം പെരിയാർ അവസാനം പറഞ്ഞത് ഈ ദൈവം ഇല്ല എന്ന് മാത്രമല്ല, ഗാന്ധി ഇല്ല, കോൺഗ്രസ് ഇല്ല, ബ്രാഹ്മണരില്ല എന്നുകൂടി അദ്ദേഹം ചേർത്ത് പറയേണ്ടി വന്നു. അന്ന് പ്രധാനമായും ഈ ജാതിക്കെതിരെയുള്ള അദ്ദേഹം കടുത്ത രീതിയിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെക്കും ഈ അവകാശങ്ങൾ കിട്ടാതെയും ഒരു ചെറു ന്യൂനപക്ഷം 3% മാത്രമുണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് എല്ലാവിധ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടുകയും ഒക്കെ ചെയ്യുന്നതിനെതിരെ പോരാടി നിൽക്കുമ്പോൾ ഈ കോൺഗ്രസിനകത്തും ഗാന്ധിജിക്ക് ആദ്യകാലത്ത് വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ് അദ്ദേഹം. പിന്നീട് കേരളവുമായി ബന്ധപ്പെട്ടാണ് ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംവാദവും അതിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടൊക്കെ മാറിയതിനൊക്കെ പിന്നിൽ ആ ഘട്ടത്തിൽ ഗാന്ധിജി അടക്കം വന്ന അവിടെ ഒരു ഗുരുകുലം കോൺഗ്രസിന്റെ കൂടി നേതൃത്വത്തിലാണ് ഗാന്ധിയൻ ദർശനങ്ങൾ പഠിപ്പിക്കാൻ ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു. ആ ഗുരുകുലം തിരുനെൽവേലിയിലെ ഗുരുകുലത്തിൽ. ആ ഗുരുകുലത്തിൽ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകിയിരുന്നത് 2 തരത്തിലാണ്. ബ്രാഹ്മണ കുട്ടികൾക്ക് ഒരു ഇടത്ത് ഭക്ഷണം, അബ്രാഹ്മണരായ മുഴുവൻ മനുഷ്യർക്ക് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പ്ലേറ്റിൽ ഭക്ഷണം എന്നുള്ളതായിരുന്നു. അദ്ദേഹം അത് നിർത്തണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് നിർത്താൻ തയ്യാറായില്ല. അവസാനം ഈ കോൺഗ്രസിന്റെ ഒരു നയമാണ് അതിനകത്ത് അത്തരം ഗാന്ധിസം പഠിപ്പിക്കണം, അതിനെ പ്രചരിപ്പിക്കണം എന്നതിനപ്പുറത്തേക്ക് ഈ തുടരുന്ന ജാതി വ്യവസ്ഥകൾക്കകത്ത് അതിലേക്ക് ഇടപെടേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുക. അദ്ദേഹം കോൺഗ്രസിന്റെ അംഗത്വം അങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അടക്കം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്തത് കോൺഗ്രസിന്റെ അദ്ദേഹം പ്രസിഡന്റ് എന്ന നിലയിലാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അവിടുത്തെ അവസാനം അതുപോലും ഗാന്ധിജി രാജാവുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പാക്കിയപ്പോൾ കിഴക്കേ നടയിലൂടെയുള്ള വഴികൾ അപ്പോഴും സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ ബ്രാഹ്മണേതര വിഭാഗത്തിന്, അവർണ വിഭാഗത്തിന് അവിടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമല്ല. അന്നും അദ്ദേഹം ഗാന്ധിജിയുടെ നിലപാടിനെ ശക്തമായി എതിർത്ത വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു ഗാന്ധിയുടെ നിലപാടിനെതിരായ ഒരു സമരം കൂടി ചേർന്നതാണ് ഈ പെരിയാർ. അതുകൊണ്ടാണ് പലപ്പോഴും അവിടെ ഉണ്ടായിരുന്ന പിന്നീട് ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ച ശേഷം കോൺഗ്രസിന് മടങ്ങി വരാൻ കഴിയാത്തതുമെല്ലാം അത്തരമൊരു പ്രത്യയശാസ്ത്രത്തിന് എതിരായ ഒരു നിലപാട് കൂടി സ്വീകരിച്ച ആളാണ് പെരിയാർ. അതിന്റെ ഒരു തുടർച്ചയാണ് ഈ അണ്ണാദുരൈ. പെരിയാറിന്റെ സമര രീതികളെ കുറിച്ച് കൂടി നമുക്ക് പറയണ്ടേ? കാരണം ഇപ്പോൾ സ്റ്റാലിൻ അധികാരം കൈയാളുന്ന തമിഴ്നാട് സർക്കാരിലേക്ക് നോക്കുമ്പോൾ അവിടെ തൊട്ട് ഇവിടെ വരെ ഏത് രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തമിഴ്നാട് രാഷ്ട്രീയം
ചുക്കാൻ പിടിച്ചു എന്നുള്ളത് നോക്കുമ്പോൾ ഈ ഉത്തരേന്ത്യൻ ബ്രാഹ്മണ മേധാവിത്വം അവിടെ നടക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള മറുപടി ദ്രാവിഡ രാഷ്ട്രീയത്തിലൂന്നിയ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരത്തിലൂന്നിയ ഒരു പ്രതിരോധ പ്രവർത്തനമാകണം എന്ന് കരുതുക. അവരുടെ സാഹിത്യകൃതികളിൽ, അവരുടെ സിനിമാ മേഖലയിൽ, ചുവരെഴുത്തുകളിൽ, രാഷ്ട്രീയ പ്രഭാഷണങ്ങളെല്ലാം ഈ ദ്രാവിഡ വികാരം ഏറ്റവും പ്രധാനമായി ഉൾക്കൊള്ളിക്കുക, തമിഴനാണ് എന്നുള്ള വികാരം കൊണ്ടുവരിക. അത് കൂടുതലായി സാഹിത്യകൃതികളിലും സിനിമയിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു വികാരത്തെ കൂടുതലായി ഒരു പടി മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു സ്വത്വ ഒരു പ്രതിഷ്ഠ, ആ ഒരു ശൈലി കണ്ടിട്ടുണ്ട്. പെരിയാർ തുടങ്ങി വെച്ച ആ ഒരു പ്രതിരോധ പ്രവർത്തനം അത് തമിഴ്നാട് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? അപർണ, അത് ഇതിൽ നിന്നൊക്കെ ഒരു വലിയൊരു തമാശയായി പറയുന്നത്, ഈ കരുണാനിധി നിരീശ്വരവാദിയായ മനുഷ്യനായിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഒരു കാലത്തും അദ്ദേഹത്തിന് മരണം വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ തമിഴ് ജനത ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ആ നിരീശ്വരവാദിയായ കരുണാനിധിയുടെ ജീവന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്. അതൊരു തമാശയായി പറയുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അണികളോ അല്ലെങ്കിൽ ആ DMK-യിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവരോ ഒന്നും നിരീശ്വരവാദികളല്ല. അവരെല്ലാം ഈശ്വരവിശ്വാസികളും ഇത്തരം ആചാരങ്ങളൊക്കെ പിന്തുടരുന്നവരുമൊക്കെയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ദ്രാവിഡ പാർട്ടികൾ മാത്രം ആചാരങ്ങൾ, ആദ്യം ശിവാജി ഗണേശനെ ദ്രാവിഡ പാർട്ടിയിൽ നിന്ന് ശിവാജി ഗണേശനും ഇവർ രണ്ടുപേരും കരുണാനിധിയും എല്ലാം ഇത് തുടങ്ങിക്കഴിയുമ്പോൾ MGR-ഉം ശിവാജി ഗണേശനും ഒരേപോലെ പാർട്ടിയിലേക്ക് വരുന്നു. ശിവാജി ഗണേശന് DMK-യിൽ നിന്ന് പോകേണ്ടി വരുന്നതിന് അദ്ദേഹം തിരുപ്പതി ദർശനം നടത്തിയതിൻ്റെ പേരിലാണ്. തിരുപ്പതിയിൽ അമ്പലത്തിൽ പോയി എന്ന ഒറ്റ കാരണത്താലാണ് ശിവാജി ഗണേശനെ DMK-യിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് പല പാർട്ടികളിലൂടെ കടന്നു. ഒരു പാർട്ടിയിലും അദ്ദേഹം ഇതായില്ല. അത് പിന്നീട് രാഷ്ട്രീയവും സിനിമക്കാരുമായി വരുന്ന രംഗത്ത് വിശദമായി തന്നെ നമുക്ക് പറയാം. എന്തായാലും ആ ഘട്ടത്തിൽ മുതൽ തന്നെ ഈ നിരീശ്വരവാദത്തെ അതിശക്തമായ രീതിയിൽ നിൽക്കുക, ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ള ആഹ്വാനം ഉയർത്തുക. അതോടൊപ്പം തന്നെ ഈ പൂജകൾക്ക്, ഇപ്പോഴും പൂജകൾക്കോ അല്ലെങ്കിൽ വിവാഹ ആചാരങ്ങൾക്കെല്ലാം കാർമ്മികത്വം വഹിച്ചിരുന്നത് പൂജാരിമാരായിരുന്നു. അപ്പോൾ ആ പൂജാരികളെ, ബ്രാഹ്മണ പൂജാരിമാരെ പൂർണ്ണമായും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കുക, അതിനെതിരെയുള്ള വലിയ സമരം, ഈ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയുള്ള വലിയ സമരം, അത് എല്ലാ ജാതിയിലും മതത്തിലുമൊക്കെ നിരവധി അനാചാരങ്ങളുണ്ടായിരുന്നു. ഈ അനാചാരങ്ങൾക്കെതിരെ ഒരു സമരം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സമയത്താണ് നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നതിനകത്ത് ഒരു ചതിക്കുഴിയുണ്ട്. നിങ്ങൾ ഒരു വിവാഹത്തിൽ ഏർപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ അതിന് തടവറയിൽ വിധിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് സ്ത്രീക്കും പുരുഷനും തുടരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ വിവാഹബന്ധം വേർപെടുത്തി പോകാം. ഒരാൾ വിധവയായി കഴിഞ്ഞാൽ അവർക്ക് വേറൊരു വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ല. സ്ത്രീധന സമ്പ്രദായം ശരിയല്ല. ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കുന്നതിന് പുരുഷനും പണം കൊടുക്കേണ്ടതില്ല എന്നെല്ലാം ആ കാലത്ത് നിന്നുകൊണ്ട് പറയുകയും അതൊക്കെ അവിടെ നടപ്പാക്കി കാണിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് വന്ന തമിഴ് രാഷ്ട്രീയം. അത് എത്രത്തോളം അവർക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇപ്പോഴും കടുത്ത ജാതി വിവേചനം, കേരളത്തിലേക്ക് പോലെ ഇങ്ങനെയൊക്കെ ആശയങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആ തരത്തിലേക്ക് ഒരു ജാതി വിവേചനമൊക്കെ സാരവ്യമേന കുറഞ്ഞൊരു നാടായിട്ടൊന്നും തമിഴ്നാട് മാറിയിട്ടില്ല. തമിഴ്നാട്ടിൽ ഇപ്പോഴും ദളിത് ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ MK സ്റ്റാലിനാണ് ഭരിക്കുന്നത്. DMK പലതവണ ഭരിച്ചെങ്കിൽ പോലും ഇപ്പോഴും അവിടെ അത്തരം ജാതി അസമത്വങ്ങളും അസ്പൃശ്യതയും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയും ഒക്കെ ഇപ്പോഴും അവിടെ നിലനിൽപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷേ തമിഴിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം എതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളുടെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യം പിന്തുടരാൻ പലപ്പോഴും ആ തമിഴ് രാഷ്ട്രീയത്തെ പിന്നീട് നയിച്ച കരുണാനിധിയൊക്കെ ആണെങ്കിൽ ഇത് പറയാവുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തെ അതേപോലെ ചിന്തകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അത് തന്നെയായിരുന്നു. ആ പാരമ്പര്യം പിന്തുടരാൻ കഴിഞ്ഞിരുന്നോ പല നേതാക്കന്മാർക്കും? അഴിമതിയിൽ മുങ്ങിപ്പോയ ഒരു വലിയ ഒരു കുറേ നാളുകൾ തന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കളങ്കിതമായി ആ രാഷ്ട്രീയ ചരിത്രത്തിൽ നിൽക്കുകയല്ലേ എന്നുള്ളത് അതുണ്ട്. അതിലേക്കെല്ലാം നമുക്ക് വരാം.